ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ സമൂസ ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആണല്ലോ. സമൂസ ഇഷ്ടമില്ലാത്തവരായിട്ട് പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമൂസ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ സമൂസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണം അല്ലേ. അപ്പോൾ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസുകളാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മുളക് പൊടിയാണ്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള സമൂസയൊക്കെ വേണമെങ്കിൽ കുറച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. മുളക് പൊടി അധികം ചേർക്കണ്ട. അപ്പോൾ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു വലിയ സവോള ഇതുപോലെ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി 1/4 മണിക്കൂർ കഴിയണമെന്നൊന്നുമില്ല, 10 മിനിറ്റ് കഴിഞ്ഞാലും ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്ന പോലെ ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി ആ സമയം കൊണ്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ലേശം ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കരുത് കേട്ടോ. സമൂസയുടെ ഫില്ലിങ്ങിൽ നമ്മളെപ്പോഴും എണ്ണ കുറയ്ക്കണം. എണ്ണ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ ആ ഷീറ്റുമൊക്കെ ഒരുപാട് വല്ലാതെ അങ്ങോട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഓയിലൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും നമ്മൾ പൊരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഓയിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ലപോലെ പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അതുപോലെ മുളക് പൊടിയുടെ ഒക്കെ അളവ് കുറച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ചേർത്തത് മിക്സ് ആയിട്ട് വന്നിട്ട് ആ സമയം കൊണ്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഷ്രെഡ് നമ്മളിങ്ങനെ പിച്ചി ഇടുകയെന്ന് പറയില്ലേ, അതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദേ നമ്മുടെ സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ പീസസൊക്കെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തൊന്ന് ഉടച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇനി അതൊന്ന് ശരിയാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ സമൂസകളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റ് ആദ്യം നമുക്ക് കയ്യിലെടുക്കാം. ഇതാദ്യം ഇതുപോലെ ഒരു ചെറിയ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക. നമ്മൾ തള്ള വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഭാഗം കാണാനില്ലേ, ഈ ഭാഗത്തേക്ക് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മറ്റേ സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ സമൂസയുടെ ഫില്ലിങ് നിറയ്ക്കാനുള്ള ഒരു ചെറിയ പോക്കറ്റ് കിട്ടും. അതിലേക്ക് ഒരുപാട് ഫില്ലിങ് നമ്മൾ നിറയ്ക്കരുത്, ഒരു ചെറിയ അളവിൽ ഫില്ലിങ് നിറയ്ക്കുക, അത് തിരിച്ച് മടക്കുക. അപ്പോൾ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മൈദയുടെ ചെറിയൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഇതുപോലെ വരുന്ന ഭാഗത്ത് തേച്ച് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെ നമ്മുടെ ഒരു സമൂസ റെഡിയായി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സമൂസ ഷീറ്റ് വെച്ച് ചെയ്യുകയാണ് ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പട്ടോ. എല്ലാ കാര്യത്തിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സമൂസ ഷീറ്റാണ് ബെസ്റ്റ്. മറ്റേത് നമ്മൾ മൈദ റെഡിയാക്കണം, സമൂസ ഷീറ്റ് ഉണ്ടാക്കണം. ഇതാകുമ്പോൾ നമുക്ക് മൈദ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലും സമൂസ ഷീറ്റ് ഉണ്ടാക്കാം. അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ പഞ്ചാബി സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ മൈദപ്പൊടി കുഴച്ചിട്ട് വേറെ മോഡലിലാണ് ഉണ്ടാക്കുക. ഇതാകുമ്പോൾ നല്ല തിൻ ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സമൂസകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ടക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോ സൈഡിലും മൈദപ്പൊടി തേച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, വേഗം ഒട്ടും. അപ്പോൾ ഇതേ നമ്മുടെ ഓരോരോ സമൂസയായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ സമൂസ ഉണ്ടാക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഈ സമൂസ ഷീറ്റ് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസ ഫില്ല് ചെയ്യുമ്പോഴും ഒരുപാട് ഓവർ ഫില്ലിങ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് മടക്കുന്ന സമയത്ത് ഒരുപാട് ഹോൾസ് വരുള്ളൂ സൈഡിലൊക്കെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തിരിച്ച് മടക്കി ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് കാണിക്കാം. അതായത് നമ്മുടെ മൈദ പേസ്റ്റ് നമ്മുടെ ഈ ബാക്കി നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ സാധാരണ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വിട്ടു പോരൊന്നുമില്ല. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ട്രയാങ്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിനി ബാക്കിയുള്ള മുഴുവൻ സമോസകളും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സമൂസ ഉണ്ടാക്കിയെടുക്കുന്നതിനിടയിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഹോൾസ് വരുന്നത്. അതായത് നമ്മുടെ ഈ കോണുകളുടെ ഭാഗത്തൊക്കെ ഇതുപോലെ ഹോൾസ് വരും. ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വലുതാകും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈദയുടെ പേസ്റ്റ് എടുത്തിട്ട് ഒരു ഡ്രോപ്പ് അവിടെ ആക്കി കൊടുക്കുക. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് വലുതാണെങ്കിൽ ഒരു പക്ഷേ മടക്കിയാൽ ഇത്ര നമ്മൾ അമർത്തി മടക്കിയാലും ചിലപ്പോൾ ഇതുപോലെ ഹോൾസ് വരും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കപ്പോൾ പൊരിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറിയേ ഫില്ലിങ് കരിയേ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മുടെ സമൂസ ഷീറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സമൂസകൾ ഇട്ട് കൊടുക്കുക. നമ്മൾ നന്നായി എണ്ണ ചൂടാവാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഷീറ്റ്, അതായത് സമൂസ ഷീറ്റ് ഒരു തരം കല്ലച്ച പോലെ കെടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എണ്ണ നന്നായി ചൂടായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സമൂസ ഷീറ്റ് ഇട്ട് കൊടുക്കുക. നമ്മുടെ സമൂസകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റുക. കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. നമ്മൾ ഒരുപാട് നേരം ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സമൂസ ഷീറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതായത് നമ്മുടെ ഉള്ളിൽ ഫില്ലിങ് ഓൾറെഡി വെന്തിട്ടുള്ള ഫില്ലിംഗ് ആണ്. നമ്മുടെ ഈ ഷീറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ പോരെ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ ഫ്ലെയിം അധികമാവാതെ സൂക്ഷിക്കണം, എന്നാൽ ഇതുപോലെ നല്ലതുപോലെ ഫ്രൈ ആവാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള സമൂസകളാണ്. നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് പക്ഷേ ഒരു ഫില്ലിംഗ് ആണ്. ഒരുപാട് തരത്തിലുള്ള ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് സമൂസകൾ തയ്യാറാക്കാം. അങ്ങനെ ഇതേ നമ്മുടെ ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഒരു പിടിപിടിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എന്തായിരിക്കുന്നത്, ഇത് സാധാ സമൂസ അല്ലേ എന്ന് വിചാരിക്കരുത്. ഓരോ സമൂസകളും അതിൻ്റെ ഫില്ലിങ്ങിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചിക്കൻ സമൂസ തന്നെ പലതരത്തിൽ പല ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഫില്ലിങ് വെച്ചിട്ട് എന്തായാലും ഈ സമൂസ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ see you soon with another beautiful video. Until then, take care. Bye bye. Assalamu alaikum. Thank you.